തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനതിവാത്സല്യമായ സർവ്വസ്നാഥ പ്രകാശങ്ങളുടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കുന്ന അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. നിങ്ങളുടെ കുറവുകളും ബലഹീനം കണക്കിടാതെ ഓരോ ദിവസവും വഴി നടത്തുന്ന എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ വർഷത്തിൻ്റെ ഈ ദിവസം വരെ അടികളെ കാത്തുരുവാച്ചക്കവൻ കൃപകൾക്കായ സ്തോത്രം. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ, ഈ ശുശ്രൂഷ അങ്ങയുടെ പൊൻകരൾ സർപ്പി കർത്താവെ, ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ കർത്താവ്, വചനം അങ്ങയുടെ കർത്താവെ, അങ്ങയുടെ മഹത്തുള്ള ശുശ്രൂഷകൾ കൂടെ കർത്താവ് അനേകരെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവെ അടികളായിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനം കടക്കിടാതെ അങ്ങയുടെ മഹത്വത്തിന് ഒത്തവണ്ണം കർത്താവ് ഞങ്ങളെ വഴി നടത്തുവാൻ ഈ കർത്താവ് ശുശ്രൂഷ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ സാക്ഷിതം പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ ഉന്നതത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ ദിശയില്ലാതെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഏത് വഴിയാണ് കടന്നു പോകേണ്ടത്, ഏത് പാതയാണ് എടുക്കേണ്ടത്, എവിടേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് ഒരു വ്യക്തതയില്ലാത്ത ജനമധ്യത്തിലും അപ്രകാരം ഉള്ള യുവതലമുറകളെയുമാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാൻ ഇടയാകുന്നത്. തന്മൂലം ആ വ്യക്തത ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ശൂന്യതയുടെ അവസ്ഥയിലേക്കാണ് ഇന്ന് പലപ്പോഴും അനേകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണം സാങ്കേതികമായ ഇത്രമാത്രം മാറ്റങ്ങൾ ലോകത്ത് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ആ മഹാമാരി കാരണം ഇന്ന് അനേക ഔദ്യോഗിക തലങ്ങളിൽ പലവിധ മാറ്റങ്ങളും പ്രത്യേകമായ പുതിയ ആവിഷ്കാരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതൊക്കെ യുവതലമുറകളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക സാഹചര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലയളവ്, പല കാര്യങ്ങളും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തന മേഖലകൾ, തന്മൂലം നല്ല വിദ്യാഭ്യാസമുണ്ടായിട്ട് പോലും ഒരനുയോജ്യമായ ഔദ്യോഗിക തലങ്ങൾ ലഭ്യമാകാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറകളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു പ്രകാശിതമായ പാത കാണുവാൻ അവർക്ക് കഴിയാറില്ല. അപ്രകാരം കഴിയാതെ വരുമ്പോൾ അവർ ലൗകികമായ പല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയും അത് പലപ്പോഴും വലിയ പ്രതിസന്ധികളിലേക്കാണ് അവരെ നയിക്കുവാൻ ഇടയാകുന്നത്. മയക്കുമരുന്നും മദ്യപാനവും അങ്ങനെ വലിയ പ്രയാസമുള്ള പാതയിലേക്ക് അവർ കടന്നു പോകുമ്പോൾ അവരെ യഥാർത്ഥമായ ഒരു വഴികാട്ടിയായി, അല്ലെങ്കിൽ അവർക്ക് മാർഗദീപമായി, പ്രകാശഗോപുരമായി അവരുടെ ജീവിതത്തിൽ പ്രകാശിക്കത്തക്കോണം ഒന്നും കാണുവാൻ ഇടയാകാതെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ. ഇന്ന് കാലത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു പ്രകാശഗോപുരമായി തീരണമെന്നാണ്. ക്രൈസ്തവ സമൂഹം ഒരു പ്രകാശഗോപുരം എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ച കർത്താവിൻ്റെ പ്രകാശധാരയായി മറ്റുള്ളവരെ കർത്താവിൻ്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരത്തക്കോണം, കർത്താവ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കണ്ടെത്തത്തക്കോണം ഇരുൾ നിറഞ്ഞ ഈ ലോകയാത്രയിൽ നാം എത്രമാത്രം പ്രകാശം നൽകുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന അനേക വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും നമ്മുടെ ചുറ്റും കാണുവാൻ കഴിയും. കൂരിരുട്ടെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ലേശം പോലും പ്രത്യാശയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശ നൽകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അപ്രകാരം പ്രത്യാശയ്ക്ക് മുഖാന്തരമായ ഒരു വെളിച്ചം കണ്ടെത്തുവാൻ ഇടയാകണം. അതില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്, ഞാൻ എങ്ങോട്ടാണ് കടന്നു പോകേണ്ടത്, എന്താണ് എൻ്റെ ലക്ഷ്യം? ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ. ഒരു ലക്ഷ്യബോധം വേണമെങ്കിൽ
ആ ലക്ഷ്യത്തിലേക്കൊരു പാത അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞ് കാണേണ്ട ആവശ്യമുണ്ട്. ആ പാത തെളിയണമെങ്കിൽ അവിടെ ഒരു പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മെ നയിക്കുന്ന കർത്താവിൻ്റെ പ്രകാശം ഇന്ന് ഏറ്റവും ആവശ്യമായ ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അന്ധകാരത്തിൻ്റെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ജനമധ്യത്തിൽ അവർക്ക് പ്രകാശധാരമായി, ഒരു പ്രകാശഗോപുരമായി നാം ഓരോരുത്തരുമായി തീരുമ്പോൾ അവർക്കൊരു ലക്ഷ്യം കാണുവാൻ കഴിയും. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ അവർക്കൊരു പ്രകാശത്തിൻ്റെ ഒരു അംശം കാണുവാൻ കഴിയുമ്പോൾ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ അത് മുഖാന്തരമായി തീരും. അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 2:15. നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിന്റെ കുറ്റമറ്റ മക്കളുമായി വക്രതയും വഷളത്വവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കട്ടെ. ഫിലിപ്പിയ സഭയോട് പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു കാലയളവിലാണ് ഈ വചനമായി തീർന്നിരിക്കുന്നത്. വക്രതയും വഷളത്വവും നിറഞ്ഞ തലമുറകളുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കാനാണ്. അത് എപ്രകാരം പ്രകാശിക്കണമെന്നും പറയുന്നുണ്ട്. അതായത് നിഷ്കളങ്കരും നിരപരാധികളുമായി ദൈവത്തിൻ്റെ കുറ്റമറ്റ മക്കളായി നാം തീരണം. നിഷ്കളങ്കരും നിരപരാധികളും. ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നിഷ്കളങ്കരും നിരപരാധികളുമായ ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? നിഷ്കളങ്കതയും നിരപരാധികളുമായ ദൈവത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ വക്രതയില്ലാത്ത ഒരു ജീവിതമായി മാറണം. ഇവിടെ വ്യക്തമായി പറയുന്ന വഷളത്വവും വക്രതയും നിറഞ്ഞ ഒരു ജനമധ്യത്തിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. തന്മൂലം അതിൻ്റെ ഒരു അംശം നമ്മുടെയൊക്കെ ജീവിതത്തിലും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ നിലനിൽപ്പിനായി പലപ്പോഴും വക്രതയെ കാണിക്കാറുണ്ട്. നാം ചിന്തിക്കാറില്ല അത് വക്രതയാണെന്ന്. ദൈവഹിതപ്രകാരമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അവിടെ വക്രത അല്ലെങ്കിൽ വഷളത്വമുണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളാം. ഒരുവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചാണ് ഞാൻ മുൻപോട്ട് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ആക്കി വച്ചിരിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ജീവിതമാണെങ്കിൽ അവിടെ വക്രതയുണ്ട്. അവിടെ പ്രകാശഗോപുരമായി നമുക്ക് തീരുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുന്നത് നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കട്ടെ. വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു ജീവിതമായി മാറണം. നമുക്കറിയാം, ഒരു നല്ല നിലവിളക്കുണ്ടെങ്കിൽ അത് കത്തിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ, പ്രത്യേകിച്ചും പഴയ കാലത്തെ റാന്തൽ വിളക്കൊക്കെ ആണെങ്കിൽ കത്തിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നിമിഷം കഴിയുമ്പോൾ അതിന് വച്ചിരിക്കുന്ന ആ ചില്ലിനേൽ ഇതിൻ്റെ കരി വന്ന് അത് കഴിയുമ്പോൾ ആ വെളിച്ചത്തിന് മങ്ങൽ പ്രാപിക്കും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? പണ്ടത്തെ വീട്ടമ്മമാർ അത് അടുത്ത ദിവസം കത്തിക്കുന്നതിന് മുമ്പ് നല്ലപോലെ അത് വൃത്തിയാക്കിയാണ് പിന്നെയും വെക്കുന്നത്. അതുപോലെ വെക്കാറില്ല അവർ. കാരണം അതുപോലെ വെച്ചാൽ അത് വേണ്ടിയത്ര ഉള്ളൊരു വെളിച്ചം പകരുകയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മളായിരിക്കുന്നത്? ലോകമോഹങ്ങളുടെ കറ നിറഞ്ഞ കരിപിടിച്ച ഒരു വെളിച്ചമായ സാഹചര്യമാണോ? അതായത് മറ്റുള്ളവർക്ക് നമ്മുടെ വെളിച്ചം കാണാത്ത അവസ്ഥയാണോ? എങ്കിൽ അതൊന്ന് കഴുകിക്കളയേണ്ട കാലം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ 2ാം വരവിനെ അനേകരെ നേടിയെടുക്കുകയാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ലക്ഷ്യമായി തീരണം. ആ ലക്ഷ്യത്തിലേക്ക് നാം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്
നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത കറകളെന്നും കരികളെന്നും മനസ്സിലാക്കുവാൻ നമ്മളൊന്ന് ചിന്തിക്കണം. എൻ്റെ വ്യക്തിഗത പാപ സ്വഭാവങ്ങളാണോ, എൻ്റെ ചിന്തകളാണോ, എൻ്റെ പ്രവർത്തനങ്ങളാണോ, പ്രവർത്തികളാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16:33 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ കർത്താവ് ഇവരെവിടെ പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ആ പ്രത്യാശയിൽ നിലകൊള്ളുവാൻ കഴിയും. പ്രതിസന്ധികൾ നമ്മളെ തളർത്തുവാൻ കഴിയുകയില്ല. നാം അത് മനസ്സിലാക്കണം. നമ്മെ തന്നെ അപ്രകാരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ കഴിയുമോ? നമ്മെ തന്നെ അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തിനെ ഒരുക്കുവാൻ കഴിയുമോ? ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ്, കഷ്ടതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ കഷ്ടതയെ ജയിച്ച കർത്താവാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ 2 തിമോത്തി 1:13 വായിക്കുമ്പോൾ, നീ എന്നോട് കേട്ട സത്യവചനം നീ എന്നോട് കേട്ട സത്യവചനം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. അപ്പോൾ ഒരു പ്രകാശഗോപുരമായി തീരണമെങ്കിൽ, പ്രകാശഗോപുരം അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നടുക്കടലിൽ ആയിരിക്കുന്ന വലിയ വലിയ ഷിപ്സിന് അത് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണെന്ന് കാണിക്കത്തക്കൊണ്ടുള്ള കാര്യമാണ്. പഴയകാലത്തെ പ്രകാശഗോപുരങ്ങൾ, അവിടെ യഥാർത്ഥമായ ഒരു വ്യക്തി തന്നെത്താൻ എല്ലാം വെടിഞ്ഞ് ജീവിച്ചാണ് അവിടെ അതിനെ നിയന്ത്രിക്കുന്നത്. അവന് വേണ്ടി ഇന്ധനമായാലും മറ്റ് കാര്യങ്ങളായാലും 24 മണിക്കൂറും അതിൻ്റെ പ്രകാശം കെടാതെ നോക്കേണ്ടിയ ഒരു കാര്യമായിരുന്നു അന്ന് അപ്രകാരമുള്ള പ്രകാശഗോപുരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ. കാരണം അവരുടെ ഒരു അശ്രദ്ധ വലിയ കപ്പലുകൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ കഴിയും. വലിയ കപ്പലുകൾ ചിലപ്പോൾ ദിശ മാറി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പ്രതിസന്ധികളിലേക്ക് കടന്നു വരുവാൻ ഇടയാകും. ഈ പ്രകാശഗോപുരങ്ങളുടെ യഥാർത്ഥമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അവരെ ഏത് വഴിയിലേക്ക് മുൻപോട്ട് നയിക്കണമെന്ന് അതാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എന്താണെന്നാണ് ഈ കടൽ മധ്യേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലയളവിൽ അതൊക്കെ മാറി പല കാര്യങ്ങൾ നിയന്ത്രിച്ച് അതിനെ പ്രവർത്തനപരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്നും ലോകത്ത് അനേകമായ പ്രകാശഗോപുരങ്ങൾ കടൽ മധ്യത്തിലുണ്ട്. പാറ മധ്യേ കടന്നു വന്ന് ഒരു കപ്പലും നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്കണമാണ് ഇവയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, നീ എന്നോട് കേട്ട സത്യവചനം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാതൃകയായി മാറുമ്പോഴേ മറ്റുള്ളവനെ ആ വചനത്തിൻ്റെ മാതൃകയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. നാം കേൾക്കുന്ന വചനം, നാം വായിക്കുന്ന വചനം, അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയായി തീരുമ്പോഴാണ് മറ്റൊരുവനെ ആ മാതൃകയിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രകാശഗോപുരം ഒരു മാർഗദീപം നൽകുന്ന, മറ്റുള്ളവർക്ക് ഒരു മാർഗദീപമായി തീരുന്ന ഒരു കാര്യമാണ്. മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:6 ഇപ്രകാരമാണ് പറയുന്നത്: യേശു അവനോട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതായത് കർത്താവായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏക മാർഗദീപം.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലല്ലാതെ ആരും പിതാ. അപ്പം കർത്താവില്ലാതെ നിത്യജീവനിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുമെന്നുണ്ട് വ്യാമോഹമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റിക്കളയണം. കർത്താവുമായിട്ടുള്ള ബന്ധവും വചനമായിട്ടുള്ള ഒരു ആഴമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയാകുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുള്ള കരി കൊണ്ടുണ്ടായിരിക്കുന്ന മറകളെ മാറ്റുവാൻ അത് ഇടയാക്കുന്നത്. അത് വചനം നമ്മുടെ പരിശുദ്ധാത്മാവാൽ നമ്മളോട് ഇടപെടുവാനും, എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ, എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളെന്ന് മനസ്സിലാക്കി അത് മാറ്റിക്കൊണ്ട് നാം യഥാർത്ഥത്തിൽ ഒരു മാതൃകയായി മാറുവാൻ, മറ്റുള്ളവർക്ക് മാർഗദീപം നൽകത്തക്കോണം ദൈവം നമ്മളെ ഇടയാക്കുവാൻ സഹായിക്കും. മുമ്പോട്ട് വായിക്കട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28:16 ഇപ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ട് യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അതുകൊണ്ട് യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി പരിശോധന ചെയ്ത കല്ല്, വിലയേറിയ മൂലക്കല്ല്, ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടുകയില്ല. കർത്താവിനെ പറ്റി പറയുന്നതാണ് വിലയേറിയ അടിസ്ഥാന കല്ല്. ഈ പ്രകാശഗോപുരങ്ങൾ കടലിൽ മധ്യേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പാറക്കല്ലാണ്. അത് മാറാത്ത, അതായത് ഒരു കാരണവശാലും ആ പ്രകാശഗോപുരത്തിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കത്തക്കോണമുള്ള ഉറപ്പുള്ള പാറമേൽ മാത്രമാണ് ഈ പ്രകാശഗോപുരങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിന് കാരണം തിരമാലകൾ ആഞ്ഞടിച്ചാലും എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അവിടുന്ന് കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഒരു മാർഗദീപമായി തീരത്തക്കോണം അത് വഴിതെറ്റി ഇപ്രകാരമുള്ള പാറമേൽ വന്നിടിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ അവരുടെ പാതയിൽ വരാതിരിക്കത്തക്കോണം ഉറപ്പുള്ള പാറമേൽ മാത്രമാണ് ഒരു പ്രകാശ ഗോപുരം പടുത്തുയർത്തുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉറപ്പുള്ള പാറ എന്ന് പറയുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുമ്പോൾ, ആ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും അടിസ്ഥാനമായി മാറുമ്പോൾ ഞാൻ ഒരു പ്രകാശഗോപുരമായി തീരത്തക്കോണം ഇടയാകും. നാം മുമ്പേ വായിച്ചത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ആ വഴിയും സത്യവും ജീവനുമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവ് എന്ന അടിസ്ഥാനത്തിന്മേലായിത്തീരണം. മുമ്പോട്ട് വായിക്കട്ടെ. 2 തിമോത്തി 2:11-13 വരെ വായിക്കുമ്പോൾ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ഞാൻ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിരിക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഇവിടെ 2 തിമോത്തിയോട് പൗലോസ്ലിയ പറയുന്ന ചില കാര്യങ്ങൾ. ഈ വചനം വിശ്വാസ്യയോഗ്യമായിരിക്കുന്നു. അതായത് ദൈവവചനം നാം നമ്മുടെ കരങ്ങളിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ദൈവവചനം വിശ്വാസയോഗ്യമാകുന്നു. അതുമാത്രമല്ല, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ നാം അവനോടുകൂടെ മരിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തീരുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, കർത്താവ് മാത്രം എൻ്റെ ഏക പാതയായി തീരുമ്പോൾ, നാം അവനായി ജീവിക്കുക മാത്രമല്ല നമ്മുടെ മരണവും അവനായി തീരും. അപ്രകാരമായി തീരുമ്പോൾ നാം ജീവിക്കുമെന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കും. അപ്രകാരം എഴുന്നേൽക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും കർത്താവുമായി ആഴമായൊരു ബന്ധമുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കുമ്പോൾ
സഹിക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മെ സഹിക്കുമെന്ന് പറയുമ്പോൾ, ഇപ്രകാരം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം അവനെ തള്ളിപ്പറയുകയാണെങ്കിൽ അവൻ നമ്മളെ തള്ളിപ്പറയുവാൻ. പക്ഷേ അത് സഹിച്ച് എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രതിസന്ധി താൽക്കാലികമെന്ന് ചിന്തിച്ചോടെ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നാം മുന്നേറുകയാണെങ്കിൽ അവിടെ നമ്മോട് കൂടെ നടക്കുന്ന കർത്താവിനെ രുചിച്ചറിയുവാൻ കഴിയും. ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ അതായിരുന്നു. അവരെ രക്ഷിക്കാനോ രക്ഷിച്ചില്ലെങ്കിലും അവര് ആ ദൈവത്തെ തള്ളിപ്പറയാതിരുന്നപ്പോൾ തീച്ചൂളയുടെ മധ്യത്തിൽ നാലാമനായി കടന്നു വന്നവനാണ് കർത്താവ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാലാമനായി കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതം അപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ആയിത്തീരണം. ഉറപ്പുള്ള പാറമേൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായി കർത്താവിൻ്റെ പ്രകാശഗോപുരമായി നമുക്ക് തീരുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനാണ്. കർത്താവ് അല്ലെങ്കിൽ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. അവൻ്റെ സ്വഭാവം അതാണ്. ആ വിശ്വസ്തത കാരണമാണ് കർത്താവിനെ ഈ ഭൂമുഖത്തേക്ക് അയച്ച് താൻ സൃഷ്ടിച്ച സൃഷ്ടികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം മുഖാന്തരം ഒരുക്കിയത്. എന്നിട്ടും പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്രമാത്രം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ആ വിശ്വാസയോഗ്യനായ കർത്താവിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ, വിശ്വസ്തതയുടെ പൂർണ്ണതയിൽ എനിക്കും നിൽക്കുവാൻ, നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ട്. God is always faithful. But are we faithful enough? നമ്മുടെ വിശ്വസ്തത അത്രമാത്രം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിലും ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മധ്യത്തിൽ നമ്മുടെ വിശ്വസ്തത മാറുന്ന അവസ്ഥയാണെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്രകാരമുള്ളൊരു പാറമേലാണ് പ്രകാശഗോപുരം നടുക്കടലിൽ സൃഷ്ടിച്ചെങ്കിൽ ഒരു കൊടുങ്കാറ്റല്ലെങ്കിൽ ഒരു തിരമാലകൾ വരുമ്പോൾ അത് വീണുപോയാൽ എത്രമാത്രം പ്രതിസന്ധിയായിരിക്കും അവിടെ നിന്ന് കടന്നു വരുന്ന കപ്പലുകൾക്ക് സൃഷ്ടിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് ഉറപ്പുള്ള കർത്താവെന്ന പാറമേൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നാം ജീവിക്കണമെന്ന് പറയുന്നത്. അപ്രകാരം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായി മറ്റുള്ളവർക്ക് വചനത്തിനനുസരണം അവരെ മാർഗദീപത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു പാതയൊരുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:17 ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. 3:16 എല്ലാവർക്കും അറിയാം തൻ്റെ ഏകജാതന പുത്രനെ ഈ ഭൂമുഖത്ത് അയച്ചെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ 3:17 കൂടെ ഒന്ന് നാം വായിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത്. തൻ്റെ പുത്രനെ അയച്ചത് വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിധിക്കുവാൻ എന്താണ് നമുക്ക് യോഗ്യത? കർത്താവിൻ്റെ പ്രകാശഗോപുരമായി തീരണമെങ്കിൽ വിശ്വാസയോഗ്യനായ കർത്താവ് എൻ്റെ ഉറപ്പുള്ള പാറയായി മാറുമ്പോൾ ആ വചനത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്കൊരു മാർഗദീപമായി വിശ്വാസത്തിൻ്റെ നിറവിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പ്രകാശഗോപുരമായി, കർത്താവിൻ്റെ പ്രകാശഗോപുരമായി ഞാനും നിങ്ങളും തീരും. ഏറ്റവും അവസാനം യോഹന്നാന്റെ സുവിശേഷം 8:12 ഇപ്രകാരമാണ് പറയുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ അംശം പോലും ഇല്ലാതെ ദൈവത്തിന് മഹത്വീകരിക്കത്തക്കോണമുള്ളൊരു ജീവിതമായി തീരും. അപ്രകാരം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലയുടെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗസ്നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെത്തിയ നന്മകൾക്കായ സ്തോത്രം കർത്താവേ. ഈ കർത്താവ് വക്രത നിറഞ്ഞ കർത്താവേ,
ഈ ലോകത്ത് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പ്രകാശ ഗോപുരമായി തീരുവാൻ, അങ്ങയുടെ അടിസ്ഥാനമുള്ള പാറമേൽ ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ, അവിടുന്ന് എൻ്റെ പ്രകാശ ഗോപുരമായി തീർന്ന് അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കത്തക്കണം. ഞങ്ങൾ ഓരോരുത്തരും അവിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലായി തീരുവാൻ സഹായിക്കണം. ക്രൂൾ ക്ഷമിച്ച്, ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിച്ച് നിന്റെ മഹത്വത്തിനൊത്തോണം നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ നല്ലവനും വല്ലവനും വാക്കുമാറാത്ത ദൈവമായിരിക്കുക സ്തോത്രം. നിന്നിൽ വിശ്വസിക്കുന്നവരാരെ നീ കൈവിടാത്ത ദൈവമായിരിക്കുക സ്തോത്രം. നിന്റെ വിശ്വാസത്തിൻ്റെ നിന്റെ വിശ്വസ്തതയിലും സദാ അടിയങ്ങൾ മുറുകെ പറ്റി ജീവിപ്പാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വഴി നിർത്തിയ കൃപകൾക്ക് സ്തോത്രം. സമയത്ത് കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഓരോരുത്തരും പ്രകാശഗോപുരമായി തീരത്തക്കണം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.